ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് നമ്മൾ കൊണ്ടുവന്നേക്കുന്നത് കുറച്ച് പ്രീമിയം കുർത്തീസിന്റെ കളക്ഷൻസ് ആണ് കേട്ടോ. അതിൽ ആദ്യത്തേത് ഇപ്പോൾ ഞാൻ ഇട്ടിരിക്കുന്നത് ഈ സെയിം പാറ്റേണിൽ വന്നേക്കുന്ന കുർത്തിയാണ്. ഇതൊരു ഏലിയൻ കുർത്തിയാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള പാറ്റേണും അതുപോലെ കോമ്പിനേഷൻസ് ഒക്കെയാണ്. ഇതാ നല്ല ഫ്ലെയർഡ് ആയിട്ട് പാനൽ കട്ടിൽ വന്നേക്കുന്ന ഒരു കുർത്തിയാണ് കേട്ടോ. ഇതിന്റെ യോക്കിലെ ഡീറ്റെയിലിംഗിലേക്ക് പോകുമ്പോൾ ഇതിൽ കണ്ടോ, നല്ല ഭംഗിയുള്ള ഒരു പാറ്റേൺ ആണ് കൊടുത്തേക്കുന്നത്. ഇതുപോലെ ലേസും അതുപോലെ പേൾസ് ഒക്കെ വെച്ചിട്ട് ഇതാ റണ്ണി സ്റ്റിച്ചസ് ഒക്കെ വെച്ചേക്കുന്ന ഒരു പാറ്റേൺ ആണ്. അതുപോലെ ചെറുതായിട്ടുള്ള സീക്വൻസ് വർക്കും കൂടെ വന്നിട്ടുണ്ട്. നല്ല നീറ്റായിട്ട് വന്നേക്കുന്ന ഒരു വർക്കാണ് കേട്ടോ അത്. പിന്നെ ഇതാ യോക്കിലേക്ക് ഇങ്ങനെ സ്കാറ്റേഡ് ആയിട്ട് ഇതാ നല്ല രസമുള്ളൊരു മുത്തിൻ്റെ ഒരു പാറ്റേൺ ആണ് കൊടുത്തേക്കുന്നത്. ഈ ഒരു ബ്ലൂ കളറിലേക്ക് ഈ പിങ്ക് കളർ വരുമ്പോൾ നല്ല കോൺട്രാസ്റ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു പാറ്റേൺ ആണ്. നല്ല ഭംഗിയാണ്. സ്ലീവ്സിലേക്കും ഇതാ സെയിം ആയിട്ട് ആ ഒരു പാറ്റേൺ ഫോളോ ചെയ്തേക്കുന്ന ഒരു കുർത്തിയാണ് കേട്ടോ ഇത്. നല്ലൊരു എലഗൻ വർക്കാണ്. നല്ല നമുക്ക് കൈകൊണ്ട് പിടിക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും. നല്ല ഒരു സ്ട്രോങ് ആയിട്ടാണ് ഇതിൻ്റെ വർക്കൊക്കെ ചെയ്തേക്കുന്നത്. അങ്ങനെ പെട്ടെന്ന് വിട്ടു പോകുന്ന ടൈപ്പ് ഒന്നുമല്ല. നല്ല നീറ്റ് ആൻഡ് എലഗൻ്റ് ആയിട്ട് ചെയ്തേക്കുന്ന ഒരു വർക്കാണിത്. അതുപോലെ ഇതിൻ്റെ ഫാബ്രിക് ആണെങ്കിൽ നല്ല ക്വാളിറ്റി ഫാബ്രിക്കാണ്. പ്യുവർ കോട്ടൺ ആണ്. ഏലിയൻ പാറ്റേണിൽ വന്നേക്കുന്ന ഒരു കുർത്തിയാണ് കേട്ടോ. സൈഡ് പോക്കറ്റ് കാണും. അതുപോലെ ഹെമ്മേരിയയിലേക്ക് ഇതാ ഇങ്ങനെ ബോർഡറൊക്കെ വന്നിട്ടുള്ളൊരു ഫ്ലെയർഡ് ആയിട്ടുള്ള കുർത്തിയാണ്. നല്ല ഭംഗിയുള്ള ഫാബ്രിക്കും പാറ്റേണുമാണ്. ലെങ്ത് വരുന്ന ഒരു 46 ഇഞ്ചസോളാണ് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് വലിയ ലെങ്ത് കുർത്തികൾ വേണമെന്നുള്ളവരാണെങ്കിൽ പറ്റത്തില്ല. പിന്നെ ബാക്കി എല്ലാം ഇഷ്ടപ്പെട്ടു, പ്രിന്റും പാറ്റേൺ ഒക്കെ ഇഷ്ടപ്പെട്ടു. ലെങ്ത്തിന്റെ ഒരു പ്രശ്നം മാത്രമേ ഉള്ളെങ്കിൽ ഈ ഒരു ബോർഡർ അയച്ചിട്ടിട്ട് സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ ഒരു 2 ഇഞ്ചോളം ലെങ്ത് കൂട്ടാൻ പറ്റും കേട്ടോ. നല്ല കുർത്തിയാണ്. ഞാനിപ്പോൾ 46 ആണ് ഇട്ടേക്കുന്നത്. എനിക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ട് തോന്നി. ഞാൻ 47 മാത്രമാണ് എപ്പോഴും ഉപയോഗിക്കാറ്. പക്ഷേ ഇത് ഇട്ടപ്പോൾ എനിക്ക് ഫ്ലെയർഡ് ആയതുകൊണ്ട് 46 ആയിട്ടും എനിക്ക് ഒരു വൃത്തികേടം തോന്നിയിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് ലെങ്ത് വൈസ് ഓക്കെ ആണെങ്കിൽ നല്ല ഭംഗിയുള്ള കുർത്തിയാണ്. 46 മതിയെങ്കിൽ നിങ്ങൾ എടുക്കാവുള്ളൂ. പിന്നെ കൈ കിട്ടിയതിന് ശേഷം ലെങ്ത് കുറവെന്ന് പറയരുത്. ലെങ്ത് കൂട്ടണം, നമുക്ക് ഈ ഒരു ബോർഡർ അയച്ചിട്ടിട്ട് ലെങ്ത് കൂട്ടാനും പറ്റും. മീഡിയം മുതൽ 3XL വരെ അവൈലബിൾ ആണ്. ഇതാണ് അടുത്തത്. ഇത് നല്ല ഭംഗിയുള്ളൊരു കളറും പാറ്റേണും ആണ്. സ്ലിറ്റർ കുർത്തിയാണ് കേട്ടോ. ഇതിന്റെ ഡീറ്റെയിലിലേക്ക് പോകുമ്പോൾ ഇതിൽ സ്ലീവ്സിലേക്ക് നല്ല ഭംഗിയായിട്ടുള്ളൊരു ത്രെഡ് വർക്കാണ് കൊടുത്തേക്കുന്നത്. അതുപോലെ യോക്കിലേക്കും ഇങ്ങനത്തെ യെല്ലോ കളർ ത്രെഡ് വെച്ചിട്ടുള്ളൊരു പാറ്റേൺ ആണ് ചെയ്തേക്കുന്നത്. സ്ലീവ്സിലേക്ക് ആ ഒരു പ്രിന്റിനെ ഫുൾ ഹൈലൈറ്റ് ചെയ്യാൻ പാകത്തിന് ഇതേപോലെ നല്ല ഹെവി ആയിട്ടാണ് ത്രെഡ് വർക്ക് കൊടുത്തേക്കുന്നത്. നല്ല യെല്ലോ കളറിൻ്റെ ത്രെഡ് ആയതുകൊണ്ട് നല്ലൊരു കോൺട്രാസ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും. നല്ല ഭംഗിയുള്ളൊരു കോമ്പിനേഷനാണ് കേട്ടോ. പിന്നെ ഇതേപോലെ പേൾസിൻ്റെ വർക്കും ഉണ്ട്. കാന്ത സ്റ്റിച്ച് പോയിട്ടുണ്ട്. നല്ല കോമ്പിനേഷനാണ്. ഫ്രണ്ട് പോർഷനിൽ ഇങ്ങനെ ഒരു ബോക്സ് പാറ്റേണിലായിട്ടാണ് ഇതിലെ വർക്ക് വന്നേക്കുന്നത്. നല്ല ത്രെഡ് വർക്കും അതുപോലെ പേൾ വർക്കൊക്കെ കൊടുത്ത് നല്ല എലഗൻ കോമ്പിനേഷനാണ് കേട്ടോ. ഇതിൻ്റെ കളർ കോമ്പിനേഷനാണ് ഏറ്റവും സൂപ്പർ. ഈ കളറിൽ ഉപയോഗിച്ചേക്കുന്ന ത്രെഡാണ് ഇതിൻ്റെ ഏറ്റവും ഭംഗി എന്ന് പറയുന്നത്. നല്ലൊരു യെല്ലോ കളറിലാണ് ഇത് വന്നേക്കുന്നത്. സ്ലിറ്റർ കുർത്തിയാണ്. ലൈനിങ് ഇല്ലാതെ ചെയ്തേക്കുന്ന കുർത്തിയാണ്. ലെങ്ത് ഒരു 45-46 ഇഞ്ചസോളം ലെങ്ത് വരും. ഇതിൻ്റെയും സൈസ് മീഡിയം മുതൽ 3XL വരെ അവൈലബിൾ ആണ്. ഈ കുർത്തിയുടെ ലെങ്ത് വരുന്ന ഒരു 45-46 ഇഞ്ചസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇനി ലെങ്ത് മാത്രമാണ് പ്രശ്നമുള്ളൂ. ബാക്കി എല്ലാം കൂടെ കുർത്തി ഓക്കെ ആയെങ്കിൽ ലെങ്ത് കൂട്ടണമെങ്കിൽ നമുക്ക് കുറച്ച് വീതിയുള്ള ലേസൊക്കെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു പാറ്റേൺ ആയിട്ട് കിട്ടുകയും ചെയ്യും. ലെങ്ത് കൂടുതലും കിട്ടും. നല്ല ഭംഗിയുള്ള ഫാബ്രിക്കാണ്. നല്ല ക്വാളിറ്റി ഫാബ്രിക്കാണ്. സൂപ്പർ ക്വാളിറ്റിയാണ്. പ്യുവർ കോട്ടൺ ആണ്. നല്ല എലഗൻ്റ് ആയിട്ട് വരുന്ന ഒരു കുർത്തിയാണ് കേട്ടോ ഇത്. മീഡിയം മുതൽ 3XL വരെ അവൈലബിൾ ആണ്. ഇതാണ് അടുത്ത കുർത്തി വന്നേക്കുന്നത്. ഇത് നല്ല ഭംഗിയുള്ളൊരു പാറ്റേൺ ആണ്. ഇതിൽ കണ്ടോ, സെൻട്രൽ പോർഷനിലേക്ക് ഇങ്ങനെ ഒരു പ്രിന്റഡ് ഫാബ്രിക്, ഒരു ഫ്ലോറൽ പ്രിന്റാണ് വന്നേക്കുന്നത്. രണ്ട് സൈഡിലേക്കും ഇതേപോലെ സ്ട്രൈപ്പ് പാറ്റേൺ ആണ് വന്നേക്കുന്നത് കേട്ടോ. ബാക്കിൽ ഇങ്ങനെ തന്നെയാണ്. നല്ല ഭംഗിയുള്ള കുർത്തിയാണ് കേട്ടോ ഇത്. ബാക്ക് സൈഡ് ഇതെങ്ങനെയാണ് കേട്ടോ വരുന്നത്. ഇതിന്റെ യോക്കിലേക്ക് കണ്ടോ, നല്ല ഭംഗിയുള്ളൊരു ത്രെഡ് വർക്കാണ് വന്നേക്കുന്നത്. അതിന്റെ കോമ്പിനേഷനാണ് ഏറ്റവും സൂപ്പർ. ഈ ബ്ലൂയിലേക്ക് ഈ കളർ വരുമ്പോൾ ഒരു മജന്ത കളർ ത്രെഡ് വെച്ചിട്ടാണ് ഈ വർക്ക് ചെയ്തേക്കുന്നത്. വർക്ക് കാര്യം സിമ്പിളാണ്, പക്ഷെ ഈ ഒരു കോമ്പിനേഷൻ സൂപ്പറാണ്. ഇതാണ് സ്ലീവ് വരുന്നത്. സിമ്പിൾ ആയിട്ടുള്ളൊരു വർക്കാണെങ്കിലും നല്ല ഭംഗിയാണ്. ആ കളർ കോമ്പിനേഷൻ സൂപ്പർ ആയതുകൊണ്ട് സൂപ്പർ ആയിരിക്കും ഇത്. നല്ല എലഗൻ്റ് ആയിട്ട് വരുന്ന ഒരു കുർത്തിയാണ് കേട്ടോ ഇത്. ഫാബ്രിക് ഒന്നും പറയാനില്ല. സൂപ്പർ കോട്ടൺ ആണ്. നിങ്ങൾക്ക് കൈ കിട്ടിയാൽ മാത്രമാണ് അതിൻ്റെ ആ ഒരു ക്വാളിറ്റി മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. ഞാൻ വീഡിയോയിൽ എത്ര കാണിച്ചാലും അത് ക്ലിയർ ആവുമെന്ന് അറിയില്ല. നല്ല ക്വാളിറ്റി കോട്ടൺ ഫാബ്രിക് ആണ് കേട്ടോ. ഇതെല്ലാം ഔട്ട്സോഴ്സ് ചെയ്തേക്കുന്ന കുർത്തീസാണ്. അതുകൊണ്ട് ലെങ്ത് നിങ്ങൾക്ക് ഓക്കെ ആയാൽ മാത്രം എടുക്കുക. എല്ലാത്തിനും ഒരു 45-46 ഇഞ്ചസ് ലെങ്ത് ആണ് ഉണ്ടാവത്തുള്ളൂ. 47 ഇഞ്ച് ലെങ്ത് വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ലേസ് ഒക്കെ വെച്ച് ഭംഗിയാക്കാവുന്നതാണ്. മീഡിയം മുതൽ 3XL വരെ അവൈലബിൾ ആണ്.
ഇതാണ് അടുത്ത കുർത്തി വന്നേക്കുന്നത്. ഇത് നമ്മുടെ ഓൺ പ്രൊഡക്ഷൻ ആണ്. പ്യുവർ കോട്ടൺ കലങ്കാരി പ്രിന്റുകളാണ് ഇതിൽ വന്നേക്കുന്നത്. മുദ്ര പ്രിന്റുകളാണ് കേട്ടോ വന്നേക്കുന്നത്. നല്ല ഭംഗിയുള്ള കോമ്പിനേഷൻസ് ആണ്. ഇതാ ഇതുപോലെ മുദ്ര പ്രിന്റുകളാണ് ഇതിൽ വന്നേക്കുന്നത്. സ്ലിറ്റഡ് പാറ്റേണിൽ ചെയ്തേക്കുന്ന ഒരു കുർത്തിയാണ് കേട്ടോ ഇത്. ഈ ഒരു കുർത്തി നമുക്ക് ഏലൈൻ ചെയ്താൽ നല്ല ഭംഗിയായിരിക്കും. ഈ പ്രിന്റിങ്ങിന് ആയതുകൊണ്ട് ഏലൈനിൽ ചെയ്താൽ നന്നായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ഏലൈൻ വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ ഏലൈൻ ചെയ്തു തരാം. ഫാബ്രിക് ഉണ്ട്. അതുപോലെ ഇതിന്റെ സ്ലീവ്സിന്റെ എൻഡിലേക്ക് നല്ല ഭംഗിയിൽ ലേസ് ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുള്ള ഒരു കുർത്തിയാണ് കേട്ടോ ഇത്. നല്ല ലെങ്തി കുർത്തിയാണ്. മിനിമം 47 ഇഞ്ചോളം ലെങ്ത് ഉണ്ട്. ഓൾട്രേഷൻ സഫീഷ്യന്റ് ആയിട്ട് ക്ലോത്ത് അകത്ത് കാണും. ഇതിന്റെ എല്ലാ സൈസും അവൈലബിൾ ആണ്. അടുത്തത് ഇതാണ് കേട്ടോ. ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ലാസ്റ്റ് കുർത്തി വന്നേക്കുന്നത്. ഇത് സെയിം കലങ്കാരി പ്രിന്റ് ആണ്. നമ്മൾ തൊട്ട് മുൻപ് കണ്ടില്ല, അതിന്റെ കളർ ചേഞ്ച് ആണ് കേട്ടോ. പാറ്റേൺ ഡിഫറെന്റ് ആണ്. ഷർട്ട് കളർ പാറ്റേണിൽ ചെയ്തേക്കുന്ന കുർത്തിയാണ്. ഇത് സ്ലിറ്റഡ് ആയിട്ട് ചെയ്തേക്കുന്നത്. നിങ്ങൾക്ക് ഏലൈൻ വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, ഏലൈൻ ചെയ്തു തരാം. ഫാബ്രിക് അവൈലബിൾ ആണ്. നല്ല ഭംഗിയുള്ള കോമ്പിനേഷൻ പ്രിന്റുകളാണ്, മുദ്ര പ്രിന്റുകളാണ് ഇതിൽ വന്നേക്കുന്നത്. സ്ലീവ്സിലേക്ക് ഇതാ ലേസ് ഡീറ്റെയിലും വന്നിട്ടുള്ള ഒരു പാറ്റേൺ ആണ്. നല്ല ഭംഗിയുള്ള കളറാണ് കേട്ടോ. അതിന്റെ ബേസ് കളർ നല്ല ഡാർക്ക് ആയിട്ട് കോഫി ബ്രൗൺ ആണ്. അതിലിതാ ഈ ഒരു കോമ്പിനേഷൻസ് ആണ് വന്നേക്കുന്നത്. നല്ല കളർഫുൾ ആയിട്ട് നിൽക്കുന്ന ഒരു കുർത്തിയാണ്. 47 ഇഞ്ചസ് ലെങ്ത് ഉണ്ട്. അതുപോലെ ഓൾട്രേഷൻ സഫീഷ്യന്റ് ആയിട്ട് ക്ലോത്ത് ഇട്ട് ചെയ്തേക്കുന്ന കുർത്തിയാണ്. ഇപ്പൊ എല്ലാ സൈസും അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഇനി ഏലൈൻ വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. ഫാബ്രിക് ഉണ്ട്, ഏലൈൻ ചെയ്തെടുക്കാൻ പറ്റും. ഇന്നത്തെ കളക്ഷൻസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ആദ്യം കണ്ടത് റെഡിമെയ്ഡ് കുർത്തികളായിരുന്നു കേട്ടോ. ഞാൻ പുറത്തുനിന്ന് കുർത്തികൾ എടുക്കണമെങ്കിൽ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടാൽ മാത്രമേ എടുക്കത്തുള്ളൂ. ഇനിയിപ്പോൾ വെറുതെ വരാമെന്ന് പറഞ്ഞാൽ കൂടെ ഞാൻ എടുക്കത്തില്ല. കാരണം ഞാൻ ഇട്ട് നോക്കി എനിക്ക് ഓക്കെ ആണെങ്കിൽ മാത്രമേ ഞാൻ അത് എടുക്കത്തുള്ളൂ. കാരണം നമ്മൾ ഇവിടെ ചെയ്യുന്ന കുർത്തികളാണല്ലോ നമ്മൾ അധികം ചെയ്യുന്നത്. എനിക്കും പേഴ്സണലി അതാണ് കൂടുതൽ ഇഷ്ടം. അപ്പോൾ നിങ്ങൾ ഓരോരുത്തർക്ക് എൻ്റെ കുർത്തികൾ ഇട്ട് തുടങ്ങിയ പിന്നെ അത് മതി എന്ന് എനിക്കറിയാം. പുറത്തുനിന്നാണെങ്കിൽ വേണ്ട ചേച്ചി ഇത് പലരും എന്നോട് പറയാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇത് ഞാൻ ഇട്ട് നോക്കി ഞാൻ അത്രയും ഓക്കെ ആയതിനു ശേഷം മാത്രം എടുക്കുന്ന കുർത്തികളാണ്. അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുക്കാം. ഇനിയിപ്പോൾ ഇതിൽ ആകെയുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ ലെങ്ത് കുറച്ച് കുറവായിരിക്കും. ഒരു എപ്പോഴും ഉപയോഗിക്കുന്നതിനേക്കാൾ 2 ഇഞ്ചസ് ഒക്കെ ലെങ്ത് കുറവാണ്. ഇതിനൊരു 46 ഇഞ്ചസ് ലെങ്ത് കാണും കേട്ടോ. പിന്നെ കാണിച്ചത് രണ്ടെണ്ണം ചിലപ്പോൾ 45 കഷ്ടി 46 അത്രേ കാണത്തുള്ളൂ. പക്ഷേ ഈ ഒരു കളർ കോമ്പിനേഷൻ ആയതുകൊണ്ട് അപ്പം നമ്മുടെ ഒരു ക്രിയേറ്റിവിറ്റി ഉപയോഗിച്ച് ലേസ് ഡീറ്റെയിലിംഗ് കൊടുത്ത് ഭംഗിയാക്കുവാണെങ്കിൽ ഒരു 48-49 ഇഞ്ചസ് ഒക്കെ ലെങ്ത് നമുക്ക് കൊടുക്കാവുന്നതാണ്. നമുക്ക് എത്ര ഇഞ്ചാണ് ലെങ്ത് കൂട്ടേണ്ടത് അതനുസരിച്ച് അടിഭാഗത്ത് ഒരു ചെറിയ പോർഷൻ കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഒരു ലേസ് വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിന്റെ താഴത്തേക്ക് നമ്മൾ കട്ട് ചെയ്ത ആ ഒരു പീസ് വെച്ച് അടിച്ച് എടുക്കുക. അപ്പൊ അതാ ഈ കുർത്തി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. ഇതിന്റെ ലെങ്ത് കുറവ് മാത്രമാണ് നിങ്ങളുടെ പ്രശ്നമെങ്കിൽ ഇതിന്റെ ലെങ്ത് കൂട്ടാൻ ഞാൻ ചെയ്യുന്ന ഒരു വിദ്യ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഇതൊരു ബോർഡർ ഫാബ്രിക് അതിൽ വെച്ചേക്കുന്നത്. ഒരു 5 ഇഞ്ചോളം വിട്ട് വരുന്നൊരു ഫാബ്രിക് ആണ്. ഇത് ആദ്യം അഴിച്ചു മാറ്റുക. എന്നിട്ട് ഇത് ഹാഫ് ആക്കിയിട്ട്, ഇത് ഫ്രണ്ട് പോർഷനിൽ മാത്രമേ വരുന്നുള്ളൂ, ബാക്കിൽ ആ ബോർഡർ ഇല്ല. അപ്പൊ ഇതൊരു ഹാഫ് ആക്കിയിട്ട് രണ്ട് സൈഡിലേക്ക് വെച്ച് കൊടുത്താൽ തന്നെ 2 ഇഞ്ച് കൂടുതൽ കിട്ടും, ഇറക്കം കൂടുതൽ കിട്ടും. ഇനിയിപ്പോൾ അതല്ല കുറച്ചുകൂടെ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നമ്മളിതാ ഈ അഴിച്ചു മാറ്റി ഫാബ്രിക് രണ്ടാക്കി കട്ട് ചെയ്ത് മാറ്റി വെക്കുക. പിന്നീട് നമ്മളിതാ ഇവിടെ ഒരു 2 ഇഞ്ചോ 3 ഇഞ്ചോ വീതി ലേസ് വെച്ച് കൊടുക്കുക. എന്നിട്ട് ആ ലേസിന് താഴത്തേക്ക് ഇതിൻ്റെ ഒരു ഹാഫ് പോർഷൻ വെക്കുക. അതുപോലെ തന്നെ ബാക്കിലേക്ക് വെക്കുക. അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എത്ര ലെങ്ത് ആണോ വേണ്ടത് അത്ര ലെങ്ത്തിലേക്ക് കുത്തി മാറ്റിയെടുക്കാൻ പറ്റും. അതൊക്കെ നമ്മുടെ ക്രിയേറ്റിവിറ്റിയിൽ ചെയ്താൽ നല്ല ഭംഗിയായിരിക്കും. കാരണം ഇതിലേക്ക് ഒരു വൈറ്റ് കളർ ലേസ് ഒക്കെ വന്നാൽ നല്ല ഒരു സൂപ്പർ പാറ്റേൺ ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പം നിങ്ങൾക്ക് ലെങ്ത് കുറവ് മാത്രമാണ് പ്രശ്നമെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് നമ്മുടെ ആവശ്യത്തിനുള്ള ലെങ്ത്തിലേക്ക് കുട്ടീനെ ആക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് ഇത്രയേ ഉള്ളൂ. ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സൈസും കൂടെ മെൻഷൻ ചെയ്തിട്ട് വാട്സപ്പ് ചെയ്ത് തരിക. വീഡിയോ കാണുമ്പോൾ കളർ വേരിയേഷൻസ് ഉണ്ടാവും. അതുപോലെ കോട്ടൺ ഫാബ്രിക്കുകൾ ആയതുകൊണ്ട് എല്ലാം വാഷ് കെയർ എടുത്തിട്ട് വാഷ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അടുത്ത കളക്ഷൻസ് ആയിട്ട് വീണ്ടും കാണാം. ബൈ.